ഈശോ മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ആരാധന ക്രമോത്സവത്തിൽ ഇന്ന് ഞായറാഴ്ചയോടുകൂടി തിരുസഭ ഏലിയാസ് സ്ലീഹ മൂശക്കാലത്തിലേക്ക് പ്രവേശിക്കാം. ഏലിയാസ് സ്ലീഹ മൂശക്കാലത്തിൽ പ്രത്യേകമായും തിരുസഭ ധ്യാന വിഷയമാക്കുന്നത് ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ചും ഈശോയുടെ രൂപാന്തരീകരണത്തെക്കുറിച്ചും കുരിശിൻ്റെ മഹത്വത്തെക്കുറിച്ചുമൊക്കെയാണ്. ഏലിയാസ് സ്ലീഹ മൂശക്കാലത്തിൻ്റെ ആദ്യ ഞായറാഴ്ചയായി ഇന്നത്തെ 4 വായനകളും സ്വർഗീയ മഹത്വത്തെക്കുറിച്ചാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ആദ്യ വായനയിൽ മൂശയുടെ മുഖം പ്രകാശപൂരിതമാകുന്നതിനെക്കുറിച്ചും, രണ്ടാമത്തേതിൽ കർത്താവിൻ്റെ ആലയത്തിൽ കർത്താവിൻ്റെ പ്രകാശം നിറയുന്നതിനെക്കുറിച്ചും, മൂന്നാമത്തെ വായനയിൽ സ്വർഗീയ ശരീരങ്ങളുടെ തേജസ്സിനെക്കുറിച്ചും, നാലാമത്തെ വായന വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 2 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഈശോയുടെ രൂപാന്തരീകരണത്തെക്കുറിച്ചുമാണ് നാം ധ്യാനിക്കുന്നത്. പ്രിയപ്പെട്ട ഒരു വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈശോയുടെ രൂപാന്തരീകരണത്തെക്കുറിച്ച് പറയുമ്പോൾ വചനം ആരംഭിക്കുന്നത് തന്നെ ഈശോ തൻ്റെ ശിഷ്യന്മാരായ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരെയും കൂട്ടിക്കൊണ്ട് മലമുകളിലേക്ക് പ്രാർത്ഥിക്കുവാനായി പോയി എന്ന് പറഞ്ഞുകൊണ്ട്. ഇവിടെ ഒരു വചനത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈശോയുടെ ശിഷ്യന്മാരെ എല്ലാവരെയും കൂട്ടിക്കൊണ്ടല്ല, മറിച്ച് 3 പേരാണ് ഈശോയുടെ കൂടെയുള്ളത്. അത് വിശുദ്ധ പത്രോസ്, യാക്കോബ്, യോഹന്നാൻ എന്നിവരാണ്. ഇവരെയും കൂട്ടി മലമുകളിലേക്ക് ഈശോ പ്രാർത്ഥിക്കുവാനായിട്ട് പോയി. അവിടെ വെച്ചാണ് ഈശോയുടെ രൂപാന്തരീകരണം സംഭവിക്കുന്നത്. ഇവർ പ്രാർത്ഥിക്കുവാനായിട്ട് മലമുകളിലെത്തി. അവിടെ ഈശോയുടെ കൂടെ മോശയെയും ഏലിയായെയും ശിഷ്യന്മാർ കാണുകയാണ്. മോശയും ഏലിയായും ഒപ്പം ഈശോയും പ്രകാശത്താൽ നിറയപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈശോയോട് ചേർന്ന് ഈ മല കയറുവാനായിട്ട് യാക്കോബും യോഹന്നാനും പത്രോസും തയ്യാറാവുമ്പോഴാണ് അവർക്ക് ഈശോയുടെ മഹത്വം കാണുവാനായിട്ട് സാധിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ഈ ക്രിസ്തു ശിഷ്യന്മാരെ പോലെ ഈശോയോട് ചേർന്ന് പ്രാർത്ഥനയുടെ ഇടങ്ങളിൽ ആകുവാൻ സാധിച്ചാലാണ് നമ്മുടെ ജീവിതത്തിലും നമുക്കും കർത്താവിൻ്റെ മഹത്വം ദർശിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഈശോയോട് ചേർന്ന് ദേവാലയത്തിലെത്തി പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിച്ചാൽ, ഈശോയോട് ചേർന്ന് നമ്മുടെ സന്ധ്യാപ്രാർത്ഥനകൾ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക നമുക്ക് സാധ്യമായാൽ, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനകളിലൂടെ ദൈവത്തോട് ചേർന്നായിരിക്കുവാൻ പരിശ്രമിച്ചാൽ, വിശുദ്ധ ഗ്രന്ഥ വായനയിലൂടെ ഇങ്ങനെ പ്രാർത്ഥനയുടെ വിവിധങ്ങളായ ഭാവങ്ങളിലൂടെ ഈശോയോട് ചേർന്നായിരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും പരിശ്രമിക്കുന്നവർക്കുമാണ് കർത്താവിൻ്റെ മഹത്വം കാണുവാനായിട്ട് സാധിക്കുക എന്ന് വചനം ഇന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഈ കർത്താവിൻ്റെ മഹത്വം കാണുന്ന ശിഷ്യന്മാർ, പ്രത്യേകമായിട്ട് പത്രോസ് പറയുന്നുണ്ട്, കർത്താവെ, നാം ഇവിടെ ആയിരിക്കുന്നത് നല്ലതാണ്. ഞങ്ങൾ 3 കൂടാരങ്ങൾ നിർമ്മിക്കും, ഒന്ന് മോശയ്ക്ക്, ഒന്ന് ഏലിയായ്ക്ക്, ഒന്ന് അങ്ങയ്ക്ക്. പിന്നെ ഇപ്രകാരം പറയുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഇത് സാധ്യമാണ്. പ്രാർത്ഥനയുടെ ഇടങ്ങളിൽ നാം ആയിരിക്കുന്നത് നല്ലതാണെന്നുള്ളൊരു മനോഭാവം നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കണം. നമ്മുടെ ഞായറാഴ്ച കുർബാനകളും ഇടദിവസങ്ങളിലെ വിശുദ്ധ കുർബാനയിലെ പങ്കാളിത്തമൊക്കെ നല്ലതാണ്. കാരണം അത് ദൈവത്തോട് നമ്മെ ചേർത്ത് നിർത്തും. നമ്മുടെ സന്ധ്യാപ്രാർത്ഥനകളും വ്യക്തിപരമായ പ്രാർത്ഥനകളും വിശുദ്ധ ഗ്രന്ഥ വായനയും നല്ലതാണ്. കാരണം അതും ദൈവത്തോട് നമ്മെ ചേർത്ത് നിർത്തും. അങ്ങനെ ഈ ശിഷ്യന്മാരുടെ മനോഭാവം നമ്മുടെ ജീവിതത്തിലും ശീലമാക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ശിഷ്യന്മാർ ആഗ്രഹിക്കുന്നത് അവിടെ തുടരുവാനാണ്. ഈശോയോട് ചേർന്ന്, മോശയോട് ചേർന്ന്, ഏലിയായോട് ചേർന്ന് ദൈവസാന്നിധ്യത്തിൻ്റെ മഹത്തായ ആ മലമുകളിൽ ആയിരിക്കുവാനായിട്ട് ശിഷ്യന്മാർ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈശോ ആഗ്രഹിക്കുന്ന മറ്റൊന്നാണ്. ദൈവിക മഹത്വം കണ്ട, ദൈവിക മഹത്വം തിരിച്ചറിഞ്ഞ ശിഷ്യന്മാരെയും കൂട്ടി താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങുവാനാണ് ഈശോ ആഗ്രഹിക്കുന്നത്. ഇങ്ങനെ താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങിച്ചെന്നിട്ട് അവിടെ ദൈവമഹത്വത്തെക്കുറിച്ച് അനേകരെ പഠിപ്പിക്കുവാൻ, അനേകരെ ദൈവമഹത്വത്തിലേക്ക് നയിക്കുവാൻ ഈ ശിഷ്യന്മാരെ പറഞ്ഞയക്കുവാനാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ മലമുകളിൽ ദൈവസാന്നിധ്യത്തിൻ്റെ ഇടത്തിലായിരിക്കുവാനായിട്ട് ആഗ്രഹിച്ച ശിഷ്യന്മാരെയും ഈശോ ദൈവിക മഹത്വം അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് താഴ്വാരങ്ങളിലേക്ക് ഇറങ്ങുകയാണ്. അനേകർക്ക് ദൈവത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ, ദൈവത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുവാൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിലും ഇത് സാധ്യമാവണം. നാം അനുഭവിച്ച, നാം മനസ്സിലാക്കിയ നമ്മുടെ ദൈവത്തെ മറ്റുള്ളവർക്ക് കൂടി പങ്കുവെച്ച് നൽകുമ്പോഴാണ് നാം അനുഭവിച്ച കർത്താവിൻ്റെ മഹത്വം അത് പൂർണ്ണമായും നമുക്ക് ഉപകാരപ്പെടുന്നത്. പ്രിയപ്പെട്ടവർ, ഈ 3 ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കാൻ സാധ്യമാവട്ടെ. ഒന്നാമതായിട്ട് കർത്താവിനോട് ചേർന്ന് പ്രാർത്ഥനയുടെ മലമുകളിലേക്ക് കയറുവാൻ.
അവിടെ കർത്താവിനെ കണ്ടെത്തി കഴിയുമ്പോൾ രണ്ടാമതായിട്ട് നാം ഇവിടെയായിരിക്കുന്നത് നല്ലതാണെന്നുള്ള പത്രോസിൻ്റെ ആ മനോഭാവം ശീലമാക്കുക. മൂന്നാമതായിട്ട് ക്രിസ്തുവിനോട് ചേർന്ന് താഴേക്കിറങ്ങി മറ്റുള്ളവർക്ക് കൂടി നാം അനുഭവിച്ച കർത്താവിൻ്റെ മഹത്വം പങ്കുവെച്ച് നൽകാൻ നമുക്ക് സാധ്യമാവട്ടെ. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.